പോയി വിളിക്കാം. അഞ്ചേച്ചി ഡോർ തുറക്ക്. ഹായ് പാറു, ചക്കി, സുഖല്ലേ എല്ലാവർക്കും? നീ എന്തായിട്ട് മാളൂട്ടി അവിടെ തന്നെ നിന്നേ? ഞാൻ ചേച്ചിനെ നോക്കിയിരുന്നു. എന്താ വല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ചേച്ചി തനി നാടൻ സ്റ്റൈലായ പോലെ. എടി ഭയങ്കരി, ഞാൻ ഇവിടുന്ന് പോയപ്പോ നിങ്ങൾക്കല്ലേ എന്നെ മറന്നോ? ചേട്ടനെ മതിയോ? ദേ ഒന്നിങ്ങ ഇറങ്ങോ. പിള്ളേരെല്ലാരും ചേട്ടനെ അന്വേഷിച്ച് നിൽക്കണത് എല്ലാവർക്കും വേണ്ട. അങ്ങനെ പറയുന്നുണ്ട് ചേച്ചി. ചേട്ടനെ ഞങ്ങൾ ചോദിച്ചതല്ലേ. എന്റെ ചേച്ചിനെ ഞങ്ങൾക്ക് എപ്പോഴും വേണ്ടേ. എവിടെ എന്റെ കവി? കവിനെ കാണാതെ ഇരിക്കാൻ പറ്റത്തില്ലട്ടോ. ഏത് നേരം മടി പിടി കൂടിക്കൊണ്ട് ഞാനില്ലാതെ അവളാകെ വിഷമിച്ചിരിക്കാവൂലേ. ആര് പറഞ്ഞു? പിന്നെ എനിക്കറിയാം എന്റെ കവിനെ. ചേച്ചി വെറുതെ പറയണ്ട. കവി ചേച്ചി ഇവിടെ അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ വെച്ചിട്ട് ആ ശല്യം പോയി എന്ന് പറഞ്ഞോണ്ടിരിക്കുക. എനിക്കറിയാം എന്റെ കവിനെ. അവൾ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഹായ് കുട്ടീസ്. എന്റെ പൊന്നോ, ഞാൻ ഇവിടുന്ന് ഒരാഴ്ച മാറി നിന്നപ്പോ നിങ്ങളെല്ലാരും ഇങ്ങനെ ഫ്രണ്ട്സ് ആയോ? അത് പിന്നെ നമ്മുടെ ചേട്ടൻ പൊളിയല്ലേ. അതെ അതെ, ചേട്ടനാണ് ഞങ്ങളുടെ സ്കൂളിലെ ഹീറോ. എന്ത് ഹീറോയോ? അതൊക്കെ ഉണ്ട് ചേട്ടാ, അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. അല്ല, ഞങ്ങൾ എവിടെയെങ്കിലും നിർത്താൻ നിങ്ങളുടെ പരിപാടി? അകത്തേക്കൊന്നും കയറിയിരിക്കണ്ടേ? വാ ചേച്ചി, വാ ചേട്ടാ, അകത്ത് പോയി ഇരിക്കാം. ശരി ശരി, ഇനി നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. ആന്റി, അമ്മേ, ദേ ചേച്ചി ചേട്ടൻ എത്തി. അവരിങ്ങോട്ട് വരും മോളെ. അവര് അടുക്കളയിൽ കുക്കിംഗാ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. മക്കൾ നേരത്തെ എത്തിയല്ലോ. മോനെ, അമ്മ അടുക്കളയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരത്തെ തന്നെ പോകുന്നമ്മേ. ഇവളുണ്ടാഞ്ഞു സമ്മതിക്കുന്നു. നേരത്തെ പോവാ പറഞ്ഞിട്ട് അങ്ങനെ വേഗം പോകുന്നതാ. അത് കുഴപ്പമില്ലടാ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ. അവൾക്ക് വീടെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ജീവൻ വേറെ ഒന്നുമില്ല. നീ ഇരിക്കും മോളെ. അമ്മ കവി എവിടെ? അവളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ വരുന്ന കാര്യം? അപ്പൊ സർപ്രൈസ് ആയി വെച്ചിരിക്കാണല്ലേ. ഞാനൊന്ന് പോയി നോക്കട്ടെ അവളെ. നീ ഇവിടെ ഇരിക്കി, അവൾ ഇങ്ങോട്ട് വന്നോളും. പിന്നെ ഇരുന്നോണ്ട് ആദ്യം ഞാൻ പോയി കവിനെ കാണട്ടെ. ഡി നീയോ? എന്തൊരു സുഖല്ലേ. കിടന്നുറങ്ങന്നെ. എത്ര സമയമാണ് നിന്റെ വിചാര? നേരെ 11 മണി. ഇതുവരെ നീ കിടന്നുറങ്ങായിരുന്നു? അത് പിന്നെ ഞാനിപ്പോ ഒറ്റയ്ക്കല്ലേ, ഞാനെന്ത് ചെയ്യാനവിടെ? ഞാൻ കിടക്കും, അമ്മേനോട് കിടന്നോന്ന് പറയും. ഞാനുള്ളപ്പോ എനിക്കാണെങ്കിൽ എത്ര 8 മണിയാകുമ്പത്തേനും വിളിച്ചോണ്ടിരിക്കുക അമ്മ. എനിക്കെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നിനക്ക് സുഖം 11 മണിയാകുമ്പോ എനിക്കാ മതിനോ? എന്റെ ദൈവമേ. അയ്യവാ, നേതാടി പുതിയ ചുരിദാറൊക്കെ? ഇത് ചേട്ടൻ മേടിച്ചെന്നാടി. എന്നാലും എന്റെ പെണ്ണെ, നീ ഇത്ര നേരത്തെ കിടന്നുറങ്ങാ. എനിക്ക് കൊതിയാവണു. അവിടെ 6 മണിയാകുമ്പത്തിന് എണീക്കണടി. 6 മണിക്കോ? നിനക്ക് അങ്ങനെ തന്നെ വേണടി. 6 മണിക്കല്ല, നീ 5 മണിക്ക് എണീക്കണം. പോടി, നിന്നെ ഞാനുണ്ടല്ലോ. നിന്നെ കല്യാണം കഴിച്ചോണ്ടവിടെ വീട്ടില് നീ 4 മണിക്ക് എഴുന്നേറ്റ് പണികളൊക്കെ നോക്കണം. നോക്കിക്കോ. പിന്നെ എങ്ങോട്ട് വരട്ടെ, 4 മണിക്ക് എണിപ്പിക്കാം. ഞാൻ അവിടെ പോയി 12 മണിക്ക് എണീക്കും. നോക്കിക്കോ നീ. പിന്നെന്താ ചേട്ടൻ വന്നില്ലേ? ചേട്ടനവിടെ? ദാ അവിടെ പിള്ളേരുടെ ഒപ്പം ഹാളിൽ കത്തിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്ക് നിന്റെ ചുരിദാർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കൊരു സടം തന്നെ കേട്ടോ. അതൊക്കെ എന്ത് വേണമെങ്കിലും തരാടി. വല്ലാണ്ട് മിസ് ചെയ്യുന്നു എല്ലാവരെയും. ഹായ് ചേട്ടാ, സുഖമാണോ? പിന്നെ സുഖം. ഞാൻ അനിയോടെ ഉള്ളോണ്ട ചോദിച്ചത് സുഖമാണോന്ന്. അനിയോടെ ഉണ്ടെങ്കിൽ തീരെ സുഖം ഉണ്ടാവില്ല. എടി നിന്നെ കണ്ടല്ലോ. അത് കഴിച്ചേച്ചി പറഞ്ഞ സത്യ. അനുചേച്ചിയും കഴിച്ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ വീട് ഏത് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞും കിടന്നുകൊണ്ടാണ്. എപ്പോഴും അടിയാണ്. ചുമ്മാ പറയുന്ന ചേട്ടാ. മോള് ഇരിക്കടി. അമ്മേ, വിശന്നിട്ട് വയ്യ. എന്താ കുടിക്കാനുള്ളത്? ഇപ്പൊ എന്താ വേണ്ട? ജ്യൂസ് കലക്കണോ അതോ ചായ ഉണ്ടാക്കിയാൽ മതിയോ? ചായ ഉണ്ടാക്കിക്കോ. എനിക്ക് ജ്യൂസ് മതി. ചായ തന്നെ എപ്പോ വേണം? ചായ എടുക്കാൻ മോനെ. ചായ എടുത്തോ ചേട്ടാ. പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ ഉണ്ട്. ചായ എടുക്കുന്നതാ നല്ലത്. എന്നാ ചായ എടുത്തോ. എന്താണ് പിള്ളേരെ, സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എന്താ? ഇതുങ്ങൾക്ക് നല്ല വിശേഷങ്ങളേ ഉണ്ടാവൂ സ്കൂളില്. ഏത് നേരം സ്കൂളിൽ അടിയും പിടിയാ. നല്ല സുന്ദരി മണികളാണല്ലോ. നല്ല കുട്ടികളാണ്. വഴക്കൊന്നും കൂടില്ല അല്ലേ? അതന്നെ, അങ്ങനെ പറഞ്ഞു കൊടുക്ക്. അല്ല പിന്നെ ഈ ചേട്ടനറിയാം, ചേച്ചിക്ക് ഒന്നും അറിയില്ല. എക്സാം പേപ്പറൊക്കെ കിട്ടിയോ? കിട്ടിയോ? കിട്ടിയ ചക്കിമോളെ പാറു, കിട്ടിയോ? ഇവർക്ക് എപ്പോഴും 0 ആവും. മുട്ട വാങ്ങിച്ചിട്ട് വരും സ്കൂളിൽ നിന്ന്. ഞാനല്ല, അത് അഞ്ചേച്ചിന്റെ മുട്ട സ്കൂളിൽ നിന്ന് മേടിച്ചിട്ട് വരാം. സ്കൂളിലല്ല, കോളേജിൽ നിന്ന്. ആട്ടെ, സ്കൂളിൽ എന്താ ഞാൻ ഹീറോ ആയി എന്ന് പറഞ്ഞത്? എന്താ പറ, കാര്യം പറ. അത് ഈ ചക്കിമോൾ ഒപ്പിക്കുന്ന ഓരോ സൂത്രങ്ങളാണ്. എന്താ ചക്കിമോളെ, എന്താ നീ ക്ലാസ്സിൽ ഒപ്പിക്കുന്നത്? അതുണ്ടല്ലോ, സ്കൂള് തുറന്നിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് ചെന്നോക്കുമ്പോഴേ എല്ലാവരും ടൂറ് പോയി. നമ്മൾ മാത്രം ടൂറൊന്നും പോയില്ലല്ലോ. ചേച്ചിയുടെ കല്യാണം വേണ്ടി നമ്മളെല്ലാരും ഇവിടെ തന്നെ ആയിരുന്നില്ലേ? അത് ശരിയാ, ടൂർ പോകാനൊന്നും പറ്റിയില്ല അല്ലേ? എന്നിട്ട് എന്തുണ്ടായത് ക്ലാസ്സിൽ? എന്റെ ക്ലാസ്സിലെ ദുണ്ടുമോളുണ്ട്, ഉണ്ണിമോളുണ്ട്. ഉണ്ണിമോളും ദുണ്ടുമോളും കൂടിയിട്ട് എവിടേക്ക് പോയത്? ദുണ്ടുമോള് ഊട്ടിക്കും കൊടൈക്കനാലിലേക്കും, ഉണ്ണിമോള് മൂന്നാറിലേക്ക്. മോളെ കവി വന്നേ. ഈ അമ്മ തുടങ്ങി. ബാക്കി പറ ചക്കി. അവര് രണ്ടുപേരും നടുവില് ഞാന്. എന്നിട്ട് അവര് മൂന്നാറത്തെ കഥകളും ഊട്ടി കൊടൈക്കനാലും ഭയങ്കര തണവാണ്, എന്തൊരു തണവായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുളു മണാലി പോലെ ഉണ്ട് ഒക്കെ പറഞ്ഞോണ്ടിരിക്കും. എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി.
അച്ചോ, അത് ചെയ്തത് തെറ്റ് തന്നെയാണ്. നടുവിൽ ഒരാളെ ഇരുത്തിയിട്ട് അവർ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് നമുക്ക് ദേഷ്യം വരും. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ടൊരു ചോദ്യം, ടൂറൊന്നും പോയില്ലേന്ന് ഞങ്ങൾ ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു ഞാൻ ടൂറ് പോയിട്ടായിരുന്നു, ദുബായിലായിരുന്നു, ഇന്നലെ ഇപ്പൊ ലാൻഡ് ചെയ്തതെന്നൊക്കെ. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് എന്നോട് വേറെ ഏട്ടൻ ചോദിച്ചു എന്താണ് എന്റെ വീട്ടിലെ കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു, കല്യാണത്തിന് ദുൽഖർ സൽമാൻ വന്നിട്ടുണ്ടായിരുന്നു, എന്റെ ചേട്ടന്റെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞു. എനിക്കിട്ട് തന്നെ പണിതോ? ചുമ്മാ ഒരു വെയിറ്റിന് ഇരിക്കട്ടെ, അവളുമാരെ കണ്ണു കാണാൻ ബുൾസൈ തല്ലിയ പോലെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എടി ഭയങ്കര എന്തൊക്കെ നീ പറഞ്ഞത്? അത് മാത്രല്ല ചേച്ചി, ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുവോ ചക്കി? ഞങ്ങൾ കുറെ സെൽഫി എടുത്തിട്ടുണ്ട്, പിന്നെ ഇനി ഒരു ദിവസം വരാനും, പിന്നെ എന്നെ സിനിമയിലോട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെ ഈ പെണ്ണ് പറഞ്ഞു കൊടുത്തിക്കണത്? അങ്ങനെ പാടുണ്ടോ? എന്റെ മുന്നിൽ വെച്ചിട്ട് അവര് കുളു മണാലിയും ഒരു ഊട്ടിയും കൊടൈക്കനാലും മൂന്നാറൊക്കെ പറയുന്നത് എനിക്ക് ദേഷ്യം വരുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഞാൻ പോയിട്ട് ചായ എടുക്കാൻ സഹായിച്ചിട്ട് വരാട്ടാ. ഞാൻ വരാടി. വേണ്ട, നീ ഇവിടെ ഇരുന്നോ, ഞാൻ എടുത്തിട്ട് വരാം. ആന്റി സുഖല്ലേ? എന്റെ മോളങ്ങ് പോയിപ്പോ നാടൻ കുട്ടിയായല്ലോ. എന്ത് ചെയ്യാൻ ആന്റി, ഇവരെ പോലെയുള്ള ആളുകൾ എന്നെ കൊണ്ട് ചുരിദാറൊക്കെ ഇടിപ്പിച്ചു. ജീൻസും ടോപ്പൊക്കെ ഇട്ട് നടന്ന ഞാനാ ഇപ്പൊ. ഇതാണ് എന്റെ മോൾക്ക് നന്നായിട്ട് ചെയ്യുന്നത്, ഈ ഡ്രസ്സ് മതി. മോളിതാ ഈ പൊറോട്ട കൊണ്ടുവച്ചോ. ഞാനിത് കൊണ്ടുവയ്ക്കാം. അതിന് തന്നോടി, ഞാൻ കൊണ്ടുവയ്ക്കാം. വേണ്ട വേണ്ട, ഇത് ഞാൻ കൊണ്ടുവയ്ക്കാം. എന്നെ എന്താ എല്ലാവരും വിരുന്നുകാരിയാക്കാൻ പോവാണോ? കവി അവൾ കൊണ്ടുവച്ചോട്ടെ. നല്ല സ്മെല്ലുണ്ട്. എന്റെ ആന്റിയുടെ ചിക്കൻ കറിയില്ലേ, സൂപ്പർ ആയിരിക്കും. മോള് ചെന്നിട്ട് മോനെ വിളിക്ക്, വന്ന് ഭക്ഷണം കഴിക്കാൻ പറ. ഞാൻ വിളിച്ചോണ്ട് വരാം. ചുരിദാറൊക്കെ ഇട്ടൊക്കെ വലിയ പെണ്ണായി. ചേട്ടാ, പിള്ളേര് ഭയങ്കര കത്തിയടി തന്നെ. എന്തായാലും ചേട്ടൻ ഇവിടെ വന്ന ബോറടിക്കില്ലെന്ന കാര്യത്തില് ഉഷാറാ. അതില്ല, നമ്മുടെ ചക്കിപ്പോളും പാറുമോളും ഉണ്ടെങ്കിൽ പിന്നെ ഒരു ബോറടി ഇല്ല അല്ലേ? ചേട്ടാ, അമ്മ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി ചായ കുടിച്ചാലോ? മോനെ വിളിച്ചില്ലേ? ഞാൻ വന്നോമ്മേ. എനിക്ക് മോനെ ചായ കുടിക്കാം. നല്ല സ്മെല്ലുണ്ടല്ല, എന്തൊക്കെയാണ്? നല്ല അടിപൊളിയാണല്ലോ. നല്ല പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും ഒക്കെ ഉണ്ട്, നല്ല ടേസ്റ്റാ. ഞങ്ങൾ കുറച്ച് കഴിച്ചു. ഇവിടെ വാ, എന്താ പറയണ്ടെന്നില്ല പെണ്ണിന്. കഴിക്കേ മക്കൾ, ചായ കുടിക്കേ. ചക്കിമോളെ പോരുന്നുണ്ടാ? ചേട്ടൻ്റെ കൂടെ ഇന്ന് ചായ കുടിക്കാം, വാ. ചക്കിമോളും കഴിക്കേ. ഹായ് കൂട്ടുകാരെ, വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്കും സപ്പോർട്ട് ചെയ്യണം ട്ടാ. അപ്പൊ ഇന്ന് ഹായ് പറയാനുള്ള കൂട്ടുകാർ ഐഷ റുവ ഹായ്, ഷംസ ഹായ്, ആര്യനന്ദ ഹായ്, ദിൽഫ ഹായ്, ഫാത്തിമ ഹായ്, നസിയ ഹായ്, ദിൽഫ പറപ്പിൽ ഹായ്, ചൈത്ര ഹായ്, മാർവ ഹായ്, സ്റ്റീഫൻ ഹായ്, ബാസ്മ ഹായ്, ജുബൈർ ഹായ്, നഫ ആൻജസ ഹായ്, മിൻഹ ഹായ്, റന ഹായ്, ഇഷ ഹായ്, മിഷേൽ ഹായ്. അപ്പൊ എല്ലാവരും വീഡിയോസ് ഒക്കെ കണ്ടിട്ട്